അങ്ങനെ എല്ലാ ദിവസവും ഇവൻ്റെ പേഴ്സ് അവിടെ മറന്നു വയ്ക്കും. അത്ര വെയിലുണ്ടായിരുന്നില്ല, നടക്കാൻ അത്ര സുഖമുള്ള ഏർപ്പാടൊന്നും അല്ല കേട്ടോ. ഇവിടെ വഴിയില്ല. ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് കുറേ നാൾ നിങ്ങൾ വീട്ടിലെ കാഴ്ചയൊക്കെ കണ്ടിട്ട് ബോറടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നതേ നമ്മൾ ഏട്ടൻ്റെ ഓഫ് പ്രമാണിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് പുറത്തെ കാഴ്ചകളാണ്. അപ്പം നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയതൊന്നുമല്ല, 2-3 അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഉച്ച സമയം ആയപ്പോഴത്തേക്കുമാണ് എഴുന്നേറ്റ്. ഉച്ച സമയമായി നമ്മൾ എഴുന്നേറ്റ് ഉടനെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം. അപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അധികം ആൾക്കാർ ഇല്ല. ഇങ്ങനെ എന്താ പറയുക, ഓരോ ബിൽഡിംഗ് ഒക്കെ പണിതിട്ട് ആൾ താമസം കൂടി വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ആ ഒരു ഏരിയ കംപ്ലീറ്റ് നമ്മൾ വരണ സമയത്ത് ഈ ബിൽഡിംഗ് ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല. ജസ്റ്റ് തറപ്പണിയൊക്കെ വെച്ചിട്ട് അവർ സ്റ്റാർട്ട് ആക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി തുടങ്ങിക്കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അവരുടെ പണിയൊക്കെ തീരും. അപ്പോൾ ആ ഒരു സൈഡ് കംപ്ലീറ്റ് ഇതുപോലത്തെ കുറേ ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ റെസിഡൻഷ്യൽ ഒരു ബിൽഡിംഗ് ആയിട്ടായിരിക്കും. അപ്പം പിന്നെ ഭാവിയിൽ ഇവിടെ കുറച്ചും കൂടെ എന്താ പറയുക, മറ്റുള്ള ഒരു കരാമ ആ ഒരു ഏരിയ പോലെ ഒക്കെ ആകുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. പിന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കറുത്ത കളർ ബിൽഡിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പോഴും ഇതിൽ കൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, കംപ്ലീറ്റ് കറുപ്പടിച്ചിട്ട് സംഭവങ്ങൾ വെച്ചേക്കുക. പിന്നെ ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇതിൽ കൂടെ എപ്പോൾ പോകുമ്പോഴും നമ്മളുടെ പെരിയോനെ ആ പള്ളി ആടുജീവിതം എനിക്ക് ഓർമ്മ വരും. കാരണം ഇതിൻ്റെ സൈഡിൽ അങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ഈ ഒരു ഫുൾ കാട് പോലെ തന്നെയാണ്. അത് അപ്പുറത്തോട്ട് നമ്മൾ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇതിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഇമാജിനേഷൻ പവറാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്, അതിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആടുജീവിതത്തിലെ അവസ്ഥയാവോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. വീട്ടില് പറയണ്ടേ എങ്ങടെ പോണേ? ഇവൻ്റെ ഹോട്ടലിൽ പോണേ. ഇങ്ങനെ എല്ലാ ദിവസവും ഇവൻ്റെ പേഴ്സ് അവിടെ മറന്നു വയ്ക്കും. അപ്പോൾ മെട്രോ കാർഡൊക്കെ അതിലാണ്. അപ്പോൾ അത് എടുക്കാൻ പോകണം. ഭയങ്കര വെയിലാ, ഇവിടെ ചൂടായി തുടങ്ങി. ഞാൻ ഇവിടെ രാവിലെ വന്നിട്ടില്ല, എപ്പോഴും രാത്രിയെ വരാറ്. അതുകൊണ്ട് ഇതൊന്നും മര്യാദയ്ക്ക് കണ്ടിട്ടില്ല. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ ആമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ പല പല ഔട്ട്ലെറ്റ്സ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതാണല്ലോ. അപ്പം ഈ ഒരു വെള്ളമൊക്കെ രസം, നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ പോയ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തിരക്കൊന്നുമില്ല. നമ്മൾ രാവിലെ അല്ലേ പോയത്. ഇവർക്കൊക്കെ രാത്രി ആകുമ്പോഴത്തേക്കുമാണ് തിരക്കായി തുടങ്ങുക. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വിജലിമ്പിച്ച് എല്ലാ വീഡിയോസ് എടുക്കാനായിട്ട് പറ്റി. ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഉള്ളിൽ ഒരു സാധനം വരും. അപ്പോൾ എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നൂല, മടിയാണ്. അപ്പോൾ അത് ഇപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് അടിപൊളിയായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ബാക്കിൽ ഇവിടെ വെള്ളച്ചാട്ടം അതേനാ, അവിടെ വെള്ളം പോലെ സംഭവിക്കുന്നുണ്ട്. ഏട്ടൻ പേഴ്സ് എടുക്കാനും പിന്നെ HR എന്തോ സംസാരിക്കാനും വേണ്ടിയിട്ട് പോയേക്കാം. അപ്പം ഞാനിവിടെ നിന്നിരുന്നു. അവിടെ വേറൊരു സാധനമുണ്ട്, എന്തോ അമ്പലം പോലെയൊക്കെ ഉണ്ടല്ലോ, കാണിച്ചു തരാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ തൊട്ടടുത്തൊരു തായ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പം അവരുടെ ഒരു അമ്പലം, അതിനെ ഒരു പ്രതിനിധീകരിച്ചിട്ട് അവർ വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു അമ്പലത്തിൻ്റെ തന്നെ ഒരു മോഡൽ തന്നെയാണെന്നാണ് ഏട്ടൻ പറഞ്ഞു. എനിക്ക് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല. പിന്നെ ഏട്ടൻ വന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അവരുടെ ഒരു അമ്പലത്തിൻ്റെ മോഡൽ അവർ ജസ്റ്റ് അവിടെ വെച്ചിരിക്കുന്നതാണെന്ന്.
പിന്നെ എന്താ അവിടെ കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് ആസ്വദിച്ചു. പിന്നെയും ആ വെള്ളത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. ഇതെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ മെട്രോ സ്റ്റേഷൻ കയറിയിട്ട് കോട്ടയ്ക്കലിൽ പോകാൻ വേണ്ടി പോവാം. ഏട്ടൻ്റെ തലയിൽ താരൻ ഭയങ്കര കൂടുതലായിട്ടേ ഇങ്ങനെ ഒരു പഴുപ്പ് പോലത്തെ ഒക്കെ ഇതൊക്കെ വരണം. അത് അവിടെ നിന്ന് നമ്മൾ ഒരു സൊല്യൂഷൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഡോക്ടറെ കണ്ടിട്ട്. അത് 2 ആഴ്ച യൂസ് ആക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളത് കുറച്ച് കൂടുതൽ സമയം യൂസ് ആക്കിയത് കൊണ്ട് അതിൻ്റെ സൈഡ് എഫക്ട്സ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആയുർവേദ ആകുമ്പം അങ്ങനെ സൈഡ് എഫക്ട്സ് ഒന്നും കാണൂലല്ലോ എന്തായാലും. അപ്പം അങ്ങനെ കോട്ടയ്ക്കലിൽ പോകണം. എനിക്കും താരൻ്റെ മേടിക്കണം, പിന്നെ ഒരു ചന്ദനം വാങ്ങണം എന്നൊക്കെ വിചാരിക്കണം. അപ്പോൾ നമുക്കിനി അവിടെ പോവാം. അത് കഴിഞ്ഞിട്ട് ദേര സിറ്റി സെൻറ്ററിലോട്ട് പോവാം. അത്ര വെയിലുണ്ടായിരുന്നില്ല. ഇപ്പം നല്ല നമ്മുടെ ദുബായിയുടെ ശരിക്കുള്ള വെയിലിലോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആയിട്ടില്ല, പകുതി ഇച്ചയായിട്ടുള്ളൂ. മൈലാഞ്ചി അല്ലേ കാണുന്നു, മൈലാഞ്ചിൻ്റെ മരം. നമ്മുടെ നിഴല് വെയിലായതുകൊണ്ട് കറക്റ്റ് നിഴല് കാണാം. നീയാണോ സിനിമയിൽ അഭിനയിക്കാൻ പോണത്? ഓ പിന്നെ വിട്ടപ്പം അവന് ചമ്മൽ വരണമെന്നൊക്കെ നിന്റെ മോന്ത തന്നെ ഞാൻ കാണിക്കൂടാ. അപ്പം നമ്മൾ ദേര അല്ലെങ്കിൽ എവിടെയാണ് യൂണിയനിൽ എത്തിയിട്ടുണ്ട്. അത് യൂണിയനിൽ നിന്നാണ് അവിടോട്ട് എളുപ്പം എന്ന് പറഞ്ഞിട്ട് യൂണിയനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് തേടി പിടിച്ച് അങ്ങോട്ട് പോവാം. ഇതും ബുർജുമാൻ പോലെ വലിയ മെട്രോ സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു. അപ്പം വലുതാ. ഇവിടെ വന്നു കഴിയുമ്പോൾ കൺഫ്യൂഷനാ. ഇവിടെ നിന്ന് 90 മീറ്റർ. അപ്പം നടക്കാനുള്ള ദൂരമുള്ളല്ല. ഞാൻ കുറേ നേരം ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടായിട്ട് ഒന്നും നടന്നില്ല. പതിനഞ്ച് മിനിറ്റ് ഉണ്ടോ? അങ്ങനെ വഴി കറക്റ്റാണോ ഇല്ലയോ എന്നൊന്നും അറിയാണ്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കാൻ തീരുമാനിച്ചു. പിന്നെ ഈ നടപ്പെന്നുള്ളത് ഞങ്ങൾക്ക് പുത്തിരി അല്ലാത്തത് കൊണ്ട് ഇതൊക്കെ മേലെയൊക്കെ ഒരുപാട് നട്ടപ്ര വെയിലത്തൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനാണ് ഏട്ടൻ പറഞ്ഞു ക്യാബ് എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, നടക്കാം എന്നങ്ങോട്ട് വിചാരിച്ച് അങ്ങോട്ട് നടന്നു തുടങ്ങി. വെയിലും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും ഇത്ര ക്ലാരിറ്റി. വെയിൽ ഉദ്ദേശിച്ചത് നല്ല വെട്ടമുണ്ടല്ലോ. അതെ, ഞാൻ വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കര വെട്ടത്തിൽ ക്ലിയർ ആയിട്ട് സാധനങ്ങളൊക്കെ കാണാൻ പറ്റണം. അപ്പം അത് വെയിലുള്ളതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. നടക്കാൻ അത്ര സുഖമുള്ള ഏർപ്പാടൊന്നും അല്ല കേട്ടോ. നന്നായി. ഇവിടെ വഴിയില്ല. ഓ എന്തൊരു കഷ്ടമാണ്. ഒടുക്കത്തെ ചൂടും അതിനിടയ്ക്ക് ഓരോ വഴി കണ്ടുപിടിച്ച് മനുഷ്യൻ നടക്കുമ്പോൾ അത് തിരിച്ചെടുക്കണം. ഇതെന്തോ പുല്ല് സെറ്റ് ചെയ്തേക്കാം. ഇവിടെ പുല്ലിന്റെ മേലെ കൂടെ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അടുത്തതിന് ഫൈൻ കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങനെ റൗണ്ട് അടിച്ച് പോവാന്നാ. വെയിലില്ലെങ്കിൽ നടക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ എൻ്റെ പൊന്നോ, 1/2 മണിക്കൂറാണോ 3/4 മണിക്കൂറാണോ നടന്നതെന്ന് എനിക്കൊരു പിടിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ റൂട്ട് മാപ്പ് നോക്കിയിട്ടാണെങ്കിലും നല്ല രീതിക്ക് ലൊക്കേഷൻ അറിയണോണ്ട് ഞങ്ങൾ കറക്റ്റായിട്ട് അതിന് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കോട്ടയ്ക്കലിൽ സാധനമൊക്കെ മേടിച്ച് എന്താ പറ്റി രമണ? അവൻ്റെ ഒരു താരൻ. അപ്പോൾ ഞാൻ ആ ചായൻ്റെ വീഡിയോ എടുത്തതാണ്. കോട്ടയ്ക്കല് വിളിച്ചു ചോദിച്ചിട്ടേ മരുന്ന് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ ടാക്സി ഒന്നും കിട്ടണില്ല. ഞങ്ങളൊരു ടാക്സി ബുക്ക് ചെയ്തു, അയാൾ അനങ്ങണില്ല. എന്നിട്ട് അത് ക്യാൻസൽ ചെയ്തു. ഇവിടെ ഇങ്ങനെ ഇരിക്കണം. ഇനി അങ്ങോട്ടേക്ക് നടക്കണം.
അപ്പൊ വെയിലായിട്ട് സ്റ്റാമിന പോയതുകൊണ്ട് ഒരു ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയല്ലേടാ, എവിടെ ഇറങ്ങി തിരിച്ചാലും ഇങ്ങനെയൊക്കെയാ. അഡ്വഞ്ചറാണെന്ന് അഡ്വഞ്ചർ ഞാൻ പറയണത് ചുമ്മാ നടക്കണത് അത്രേ ഉള്ളൂ, വേറെ ഒന്നല്ല. അപ്പം ജ്യൂസ് കുടിച്ചിട്ട് മെട്രോ സ്റ്റേഷനിലോട്ടേക്ക് പോവാം. എൻ്റെ യൂട്യൂബേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നീ എവിടെ ക്യാമറ എടുത്തപ്പോ മോഹൻ തിരിക്കണമെന്നൊക്കെ. ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇച്ചിരി ശക്തി കിട്ടി. അങ്ങനെ നടന്ന് ലാസ്റ്റ് നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി. ഇനി നമ്മൾ അവിടെ നിന്ന് ദേറ സിറ്റി സെൻറ്ററിലോട്ട് പോകാണ്ടോ. ഭയങ്കര കഷ്ടപ്പാടായിരുന്നിട്ട്, നമുക്ക് വെയിലും കൂടെ ആയതുകൊണ്ട് നടന്നിട്ട് അങ്ങോട്ട് പറ്റുണ്ടായിരുന്നില്ല, കുഴഞ്ഞു പോകണ അവസ്ഥയായിരുന്നു ലാസ്റ്റ്. വിജീഷന് ഞാൻ ഓർത്തില്ല. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ചു. ഇനി തിരിച്ച് നമ്മളെ വീട്ടിൽ പോകാൻ വേണ്ടി പോവാണ്. 7:35 അവിടെ വണ്ടി വരും. ഇപ്പം 7:15 എത്തും. അപ്പോൾ ഇതേ നമ്മൾ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. ഓ, അവിടെ വേറൊരാൾ ഒടുക്കത്തെ ഷൂട്ടിംഗ്, അത് നിങ്ങളെ കാണിക്കാൻ പറ്റൂല. അത് നീ എവിടെയെങ്കിലും പിടിച്ച് നിൽക്കിയിട്ട് ഇതായിട്ടായിരിക്കും, അറിയാണ്ടില്ല. ഇതേ ഇവിടെ അവിടെ ഒരു സ്വിച്ച് ഇല്ലേ ബാക്കിൽ, ആ ഒരു സ്വിച്ചിൽ നിൽക്കുമ്പോ ആവണ്ടേ. അപ്പൊ നീ നമ്മള് കോട്ടക്കലിൽ പോയിട്ട് നമുക്ക് ഈ ഒരു സാധനം കൊണ്ട് അവര് തന്നത് എന്താണ്, അയ്യപ്പാല കേര തൈലം എന്ന് പറഞ്ഞിട്ട്. അത് ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടെ ഓൺ ചെയ്യും. അപ്പൊ ഇത് ചെയ്തു നോക്കാം. പിന്നെ ആയുർവേദത്തിന്റെ ഞാൻ എടുക്കാന്ന് വിചാരിച്ച എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മൾ മറ്റ് അലോപ്പതിയുടെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല, അതിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് നമ്മൾക്ക് തലയിൽ കുരുക്കളൊക്കെ വരണ്ടായിരുന്നു പഴുത്തിട്ട്. അപ്പം ആയുർവേദം ആകുമ്പോൾ നമ്മൾ ഗുണം ഇല്ലെങ്കിലും ദോഷങ്ങൾ കുറവായിരിക്കുമല്ലോ. ഇതിനും ഭാവിയിൽ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ആ ഒരു സാധനം മേടിച്ചത്. പിന്നെ എനിക്ക് ചന്ദനം ഞാൻ മേടിച്ചിട്ടുണ്ട്. എനിക്ക് ചന്ദനം തേക്കാൻ നല്ല ഇഷ്ടമാണ് ഈ ഒരു ഭാഗത്ത്. അപ്പം ചന്ദനം കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. നമ്മൾ ഇന്നലെ മേടിച്ച ബിരിയാണീൻ്റെ കുറച്ചുണ്ട്, പക്ഷെ നമുക്കത് തികയാത്തത് കൊണ്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അത്രയേ ഉള്ളൂ. ഇത് മാറ്റട്ടെ. ഇവിടെ ഏട്ടൻ ഷൂട്ടാണ്, ഷൂട്ട് അത് വേറെ ഷൂട്ടാ, അത് നശിപ്പിക്കരുതിട്ട് ഇറക്കാം. ഇന്ന തവണ മേടിച്ച് മറ്റേ AI ട്രാക്കറിന്റെ ട്രൈപോഡാ. പക്ഷെ ഈ സാധനം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയ കഷ്ടപ്പാടാണ്. കുറേ സെറ്റിങ്സും സുന ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് ഇതിൽ, പക്ഷെ അത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയ കഷ്ടപ്പാടാ. അപ്പം അതിൻ്റെ ഇതിലാണ് അങ്ങേര്. ദേ തന്നെ. അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.